സ്വാഗതം. പ്രഭാത ടാരക്കട് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് കാര്യങ്ങളാണ് താങ്കൾ അറിയണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്, എങ്ങനെ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി തയ്യാറെടുക്കാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ കാർഡ് നമ്മൾ തീം ഓഫ് ദ ഡേ എന്ന് പറയും. എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഓവറോൾ ഓഫ് തീം? 2 ഗൈഡൻസ്, എന്താണ് ഇന്ന് യൂണിവേഴ്സ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നത്. 3 എന്ത് കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് എന്നുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് തീം ഓഫ് ദ ഡേ എന്ന് ചോദിച്ചാൽ നമുക്ക് 2 കാർഡ് കയറി വന്നു. ശരിക്കും ഒരു കാർഡ് എടുക്കാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ തീംസ് എന്ന് നമുക്ക് നോക്കാം. 2 കാർഡുകൾ നമുക്ക് ചേർന്നു എന്നുള്ളതുകൊണ്ട് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡും രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് 10 ഓഫ് വോൺസ് എന്ന് പറയുന്ന ഒരു കാർഡുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്നേഹത്തിന് വേണ്ടി ഒരു റിസ്ക് എടുക്കുന്ന ഒരു കാർഡാണ്. നിങ്ങളിവിടെ കണ്ടറിയാൻ പറ്റും, ഒരു ലവിൻ്റെ ഷേപ്പിലുണ്ട്, ഹാർട്ടിൽ ധരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇയാൾ ആഗ്രഹിക്കുന്നു, ആലോചിക്കുന്നു എന്നുള്ളൊരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ് വരുമ്പോൾ നമ്മൾ പറയാറുള്ളത് സർഗാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും, ഒരു റിസ്ക് എടുക്കുന്നുള്ളതാണ്. എന്ത് റിസ്ക്കാണ് എടുക്കാൻ പോകുന്നത്? യാത്ര ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ സ്നേഹിക്കുന്ന ആളെ കാണാൻ യാത്ര ചെയ്യുകയോ അങ്ങനത്തെ ഒരു സാധ്യത താങ്കൾക്ക് അടുത്ത് തന്നെ വരുന്നുണ്ട്. ഇന്ന് തന്നെ യാത്ര ചെയ്തില്ലെങ്കിലും താങ്കൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു യാത്ര ചെയ്യും എന്ന കാര്യം ഉറപ്പാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ. അല്ലെങ്കിൽ താങ്കൾ അവരിലേക്ക് പോവുകയോ എന്തെങ്കിലും റിസ്ക് എടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്താണ് ഗൈഡൻസ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എന്ത് കാർഡാണ് വന്നിരിക്കുന്നത്? ഓടാനാണ് പറയുന്നത്. നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. നൈറ്റ് ഓഫ് സോർട്സും യാത്രയുടെ കാർഡാണ്. ഇവിടെ നമ്മളൊരു കാളയാണെങ്കിൽ ഇത് ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് ഓടുന്നൊരു വ്യക്തിനെയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഫോളോ ദ ഹാർട്ട് എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ അധികം ചിന്തിക്കാതെ യാത്ര ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരു യാത്രയുടെ കാർഡാണ് ഞാനിന്ന് കാണുന്നത്. മൊത്തത്തിൽ എന്താണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് സാധ്യത വെച്ചപ്പോൾ 9 ഓഫ് വോൺസ് എന്ന് പറയുന്നൊരു കാർഡാണ്. 9 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡ് ശരിക്കും നമ്മൾ സഹനത്തിൻ്റെയും പെർസീവിയറേഷൻ്റെയും കാർഡാണ്. പക്ഷേ ഇവിടെ നമ്മളൊരു വനിത ഒരു തീനാളവുമായിട്ട് കാത്തു നിൽക്കുന്നതാണ് കാണുന്നതെങ്കിൽ ഇന്നത്തെ ഒരു കോൺടെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരാൾ താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കും എന്നുള്ളതാണ്. ഒരാളെന്ന് ഉദ്ദേശിക്കുന്നത് സ്നേഹിക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിലല്ല, ചിലപ്പോൾ ആര് വേണമെങ്കിലും ആവാം. പക്ഷേ ദർ ഇസ് എ പേഴ്സൺ വെയിറ്റിംഗ് ഫോർ യു എന്നുള്ളതാണ്. കാരണം അവിടേക്കാണ് ഓടാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് പോലും നമുക്ക് റീഡിങ് നിൽക്കണമെന്നില്ല. ചിലപ്പോൾ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കാം. താങ്കൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കുന്നവർ സ്നേഹം, അതിനുവേണ്ടി ഒരു യാത്രയാണ് ഞാൻ കാണുന്നത്. വേഗത്തിലുള്ളൊരു യാത്ര. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് വേണ്ടി ഒരാൾ കാത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ടെന്നാണ് പറയുന്നത്. ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.